ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പാലക്കാടുകാരുടെ സ്വന്തം കൊള്ളുപുളിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ. അപ്പോൾ കൊള്ളുപുളി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം കൊള്ളു നന്നായി വറുത്ത് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു 2-3 തവണ കഴുകിയെടുക്കണം. അതിൽ ചെറിയ പൂഴി ഉണ്ടാവും, കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം നന്നായി ഒരു 3 തവണ കഴുകിയിട്ട് പിന്നെ ഒന്ന് അരിച്ചെടുക്കും കൂടെ വേണം. അങ്ങനെ അരിച്ചെടുത്തതാണ് ഈ കൊള്ള്. ഇനി നമുക്കത് കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ ഒരു 3/4 വേവ് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ അരമൂടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറിയൊരു പീസ് വലിയുള്ളിയുടെ ഒരു പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാളയുടെ ചെറിയൊരു പീസ് ഇട്ടത്. നിങ്ങൾക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഇടാം കേട്ടോ. അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കൊള്ള് നന്നായി വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരു കുറച്ചുകൂടി വേകാനുണ്ട്. ഇനി നമ്മളത് വഴുതിരിങ്ങയും മസാലകളൊക്കെ ചേർത്ത് വേവിക്കുമ്പോൾ അത് കറക്റ്റായിരിക്കും. അപ്പം ഞാനിവിടെ വഴുതിരിങ്ങയാണ് ചേർക്കുന്നത്. 2 വഴുതിരിങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഞങ്ങൾ പാലക്കാടുകാരെ കൊള്ളുപുളി വയ്ക്കുമ്പോൾ എപ്പോഴും വഴുതിരിങ്ങ ഇടുന്നുണ്ട്. വഴുതിരിങ്ങയും തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് വയ്ക്കുക. അപ്പോൾ 2 തക്കാളി, നന്നായി പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി കുക്കർ മുഴുവനായി അടയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് മൂടി വെച്ചാൽ മതി. കാരണം നന്നായി അടച്ചു കഴിഞ്ഞാൽ ഒരു വിസിൽ തന്നെ വഴുതിരിങ്ങ ഉടഞ്ഞു പോകും. വഴുതിരിങ്ങ ഉടയാൻ പാടില്ല, ചോറിൻ്റെ കൂടെ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉടയാതെ കിട്ടണം വഴുതിരിങ്ങ. അപ്പോൾ ഒരു തിളയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ സമയത്താണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത്. നേരത്തെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വഴുതിരിങ്ങ കല്ലിച്ച് പോകും, പെട്ടെന്ന് വേഗില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു വഴുതിരിങ്ങ ഒരു 1/2 വേവ് വെന്ത ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളി ഒഴിക്കണം. ഇതിൽ പുളി എന്ന് പറയുമ്പോൾ പുളിയാണല്ലോ മെയിന്. അപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങയുടെ വലിപ്പമുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. 2 തക്കാളി ഇടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പുളി നിങ്ങൾ നോക്കി ഒഴിക്കണം. ഞാനിവിടെ ഒരു നാരങ്ങയുടെ വലിപ്പമുള്ള വാളം പുളിയാണ്. അപ്പോൾ നല്ല പുളിപ്പുണ്ടാവും പുളിക്ക്. അപ്പോൾ പുളിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ പുളിയുടെ പച്ചമണവും മുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്നുകൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ചാറ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് വഴുതിരിങ്ങയും തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. തക്കാളി നന്നായി ഉടഞ്ഞു കിട്ടിയ കറിക്ക് നല്ല ടേസ്റ്റാണ്. ആ തക്കാളിയുടെ രുചി ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നന്നായി തക്കാളി ഒന്ന് ഉടയണം. ഇനി ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്താൽ പിന്നെ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു തിള വന്നാൽ മതി. വെള്ളമൊക്കെ നിങ്ങൾ വീട്ടിലെ ആൾക്കാരുടെ അളവിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിക്കണം. എന്നാൽ കൂടുതൽ തിക്കാവാനും പാടില്ല. ഒരു ഒഴിച്ചുകറീൻ്റെ ഒരു അളവിലായിരിക്കണം കേട്ടോ വെള്ളം ഒഴിക്കേണ്ടത്. നല്ല ചാറോട് കൂടിയിട്ടാണ് ഞാനിവിടെ വെക്കുന്നത്. മഴക്കാലത്ത് പിന്നെ മീനൊന്നും കിട്ടാത്ത സമയത്ത് പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ള കറിയാണ് കൊള്ളുപുളി. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൊള്ളുപുളി. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എരിവും ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിന് ഇടണം കേട്ടോ. പക്ഷേ കൊള്ളുപുളി എന്ന് പറയുമ്പോൾ നല്ല ചുടുപ്പും എരിവും ഒക്കെ വേണം. നമ്മുടെ മീൻ കറി പോലെ ഉണ്ടാവണം. അപ്പോൾ നല്ലൊരു പുളിപ്പും എരിവും ഒക്കെ വേണം. ഉപ്പ് നോക്കട്ടെ, ഉപ്പും എരിവൊക്കെ കറക്റ്റാണ്. ഇനി ഒരു തിള വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ഇട്ട് കഴിഞ്ഞ് കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും വെള്ളം വേണം. ഇനി ഇത് കുറച്ച് ഒന്ന് ഇറക്കി വെക്കുമ്പോൾ ഒന്ന് ആറിയ ശേഷം ഒന്നുകൂടെ കുറുകി വരും. അപ്പോൾ വെള്ളം കറക്റ്റായിരിക്കും. ഇത്തിരി വെള്ളം കൂടുതലിരുന്നാലും കുഴപ്പമൊന്നുമില്ല, ഒഴിച്ചു കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. കൂടുതൽ കുഴമ്പാവാനും പാടില്ല ചാറ്. അപ്പോൾ നമ്മുടെ കൊള്ള് നന്നായി വെന്ത് വന്നിട്ടുണ്ട്, വഴുതിരിങ്ങയും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കൊള്ളുപുളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് താളിച്ച് കൂട്ടണം. ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
അതിലേക്ക് കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് താളിച്ച് കൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കൊള്ളുപുളി. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. മീൻ കറിക്ക് തുല്യമാണ് നമ്മുടെ ഈ കൊള്ളുപുളി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.